ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്രിസ്മസിനൊക്കെ ഒരുങ്ങി തുടങ്ങിയായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഇന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിലാട്ടമാണ്, ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ബോട്ടിലാട്ടമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിലാട്ടമാണ്. അപ്പോൾ വീഡിയോ കണ്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ട് വൈറ്റ് ബേസ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസ് കോട്ട് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമൊന്നും വേണ്ട, ഒറ്റ ലെയർ അടിച്ചാൽ മതിയാവും. കാരണം ഇതിൻ്റെ മുകളിൽ വേറെ ലെയറിങ് വരും, അപ്പം കുഴപ്പമില്ല. ബേസ് കോട്ട് ഒന്നോ രണ്ടോ കോട്ട് അടിച്ചാൽ തന്നെ മതിയാവും. ഇപ്പം എൻ്റെ തന്നെ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് 2 കോട്ട് മാത്രമാണ് അടിച്ചിരിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ബോട്ടിലിൻ്റെ ഒരു പകുതിക്ക് മുതൽ മുകളിലേക്ക് റെഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹാഫ് പോർഷന് മേലേക്കെന്ന് പറയുമ്പം ഈ ഹാഫ് എടുക്കുമ്പം നമ്മൾ പെർഫെക്റ്റായിട്ട് എടുക്കണം എന്നൊന്നുമില്ല. അഥവാ നിങ്ങൾക്ക് അങ്ങനെ പെർഫെക്ഷനിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഭാഗത്ത് മാത്രം റെഡ് കളർ ചെയ്യാം. പക്ഷേ നമ്മൾ ബോട്ടിൽ ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പെർഫെക്ഷൻ വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞതെന്നുള്ളത്. അപ്പം നമ്മളിങ്ങനെ റെഡ് കളർ മൊത്തമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ബോട്ടിൽ മൂവ് ആവാതിരിക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്പോഞ്ച് ബ്രഷ് വെച്ചിട്ടോ ചെയ്യാം. ഞാനിവിടെ ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റെഡ് കളറ് നല്ലപോലെ ഒന്ന് മൊത്തമായിട്ട് ആ മേലത്തെ പോർഷൻ, ബോട്ടിലിൻ്റെ മേലെ ഭാഗം മൊത്തമായിട്ട് കവറാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ആ റെഡ് പോർഷൻ കുറച്ചും കൂടെ താഴോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ദാ ഈ ഒരു റെഡൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പണിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം വൈറ്റ് പെയിൻറ്റിനെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ വൈറ്റ് പെയിൻറ്റും പോയിൻറ്റഡ് ബ്രഷ് എടുക്കുന്നതാണ് നല്ലത്. ആ ഒരു പോയിൻറ്റഡ് ബ്രഷ് എടുത്തിട്ട് ഞാനിത് ഇതുപോലെ സ്നോ ഫ്ലേക്സ് ആണ് വരയ്ക്കുന്നത്, ഈ ഒരു റെഡിൻ്റെ മേലെ വൈറ്റിൽ. ഓക്കെ, സ്നോ ഫ്ലേക്സ് വരയ്ക്കാൻ സിമ്പിളാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റാർ ഷേപ്പ് വരച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, 2 സൈഡിലേക്കും ഇങ്ങനെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്നോ ഫ്ലേക്സ് ആവും. ഞാനിപ്പോൾ എടുത്തത് പോയിൻറ്റഡ് ബ്രഷ് അല്ല, അതുകൊണ്ടാണ് എന്താ പറയുക, ഇത് കുറച്ചിങ്ങനെ തിക്കായിട്ട് വരുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ പോയിൻറ്റഡ് ബ്രഷ് എടുത്താൽ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നമ്മൾ സിമ്പിളായിട്ട് സ്നോ ഫ്ലേക്സ് വരച്ചത്. അപ്പം ഇതുപോലെ നമുക്ക് വേറെയും കുറച്ച് ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് സ്നോ ഫ്ലേക്സ് വരച്ചു കൊടുക്കാം.
ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ ബ്രഷിൻ്റെ ആ ഒരു ബാക്കിലത്തെ പോർഷനില്ലേ, ആ ഒരു പോർഷൻ വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ കുറച്ച് ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കൽ വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ഡോട്ട് ഇടുമ്പം ഫസ്റ്റ് ഡോട്ട് വലുതും പിന്നെ ഇടുന്ന ഡോട്ട് ചെറുതുമായിട്ട് കിട്ടും. അപ്പം ഒരു തവണ നമ്മൾ ബ്രഷ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മളൊരു 2-3 ഡോട്ട്സ് ഇടാൻ ശ്രമിക്കുക. അപ്പം എല്ലാം ഒരേ സൈസിലല്ലാത്ത ഡോട്ട്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഡോട്ടും ഇട്ട് കൊടുത്തു. ഒരു സ്നോ എഫക്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡോട്ട് ഇട്ടത്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒരു സ്നോ ഇങ്ങനെ എന്താ പറയുക, സ്നോ ഇങ്ങനെ കുറച്ചിങ്ങനെ സ്പ്രെഡായി നിൽക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ബ്രഷിൽ വൈറ്റ് പെയിൻ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ എന്താ പറയുക സ്പ്ലാറ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ബ്രഷിലേക്ക് നമ്മൾ വിരലിങ്ങനെ ആക്കുമ്പം പെയിൻറ്റ് തെറിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഡ്രോപ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ബ്രഷ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ടും ചെയ്യാം. അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലിൻ്റെ മേലത്തെ പോർഷനിലെ എന്താ പറയുക പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പോർഷനിൽ ഒന്ന് മിനുക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്നോയി എഫക്റ്റ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്നോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റാണ്, അതായത് മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ടത്തോട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. വളരെ ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചിങ്ങനെ ഒരു തരി പോലെ ഇരിക്കുന്ന ഫോമിൽ വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതാ വൈറ്റ് പെയിൻറ്റിൻ്റെ മുകളിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോളിൽ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ മുട്ടത്തോടൊക്കെ ആകെ ഇങ്ങനെ കൂടി നിൽക്കും. അപ്പം ഫെവിക്കോൾ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ മുട്ടത്തോട് ഇതിൻ്റെ മുകളിൽ ഇടാൻ പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അതായത് വിതറി കൊടുത്താൽ മതി. നമ്മൾ അത് അവിടെ ഇട്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് ഇളകി വരും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് വേണ്ടുന്നത്. പിന്നെ നമുക്ക് അഥവാ മുട്ടയൊന്നും കഴിക്കാത്തവർ ഉണ്ടെങ്കിൽ ഈ ഒരു മുട്ടത്തോടിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ തെർമോക്കോളില്ലേ. തെർമോക്കോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പം അതും ഏകദേശം ഒരു സ്നോ പോലത്തെ ഒരു ഇതാണ് തരിക. അപ്പം അതെടുക്കാം. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലുള്ള ഉപ്പ് ഉണ്ടല്ലോ, ഉപ്പ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നോക്കിയേ എന്ത് ഭംഗിയിലാണ് നമുക്ക് ഫേക്ക് സ്നോ കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ വെറുതെ കളയുന്ന മുട്ടത്തോടാണ്, അതിനെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നോക്കിയേ. അപ്പം ഇതിപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായാൽ പോലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ബോട്ടിലിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.